കുഞ്ഞ് സംസാരിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, അതിനാൽ കുഞ്ഞിനോട് സംസാരിക്കേണ്ടതുണ്ടോ? 3 മുതൽ 6 മാസം വരെ നിങ്ങൾ സംസാരിക്കുന്ന രീതിയാണ് കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ സ്പീച്ച് ഡിസൈഡ് ചെയ്യുന്നത്. ഹലോ ഡിയർ പാരൻസ്, ഐ എം ഐശ്വര്യ, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. പാരൻസ് പലരും കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ ശരിയായ രീതിയിൽ സംസാരിക്കുന്നുണ്ടോ? ആദ്യം മനസ്സിലാക്കേണ്ടത് 3 മുതൽ 6 മാസം കുഞ്ഞ് വേർഡ്സ് പഠിക്കുന്നില്ല. അവർ പഠിക്കുന്നത് ശബ്ദം കേൾക്കാൻ, ഫേസ് ശ്രദ്ധിക്കാൻ, സോഷ്യൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനൊക്കെയാണ്. അതുകൊണ്ട് എത്ര സംസാരിക്കുന്നു എന്നതല്ല, എങ്ങനെ സംസാരിക്കുന്നു എന്നതാണ് പ്രധാനം. 3 മുതൽ 6 മാസം വരെ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി, ഫേസ് ടു ഫേസ് സംസാരിക്കുക. കുഞ്ഞ് നിങ്ങളുടെ മുഖം വ്യക്തമായി കാണണം. മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് പാസീവായിട്ട് കുഞ്ഞിനോട് സംസാരിക്കരുത്. രണ്ടാമതായി, സ്ലോ ക്ലിയർ സ്പീച്ച് ഉപയോഗിക്കുക. കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കേണ്ട, സ്ലോ ആയിട്ട് ക്ലിയറായി കുറച്ച് ടോൺ മാറ്റി, കുറച്ച് മ്യൂസിക്കൽ ടോണൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കാം. മൂന്നാമതായി, എക്സാജറേറ്റഡ് എക്സ്പ്രഷൻസ് ഉപയോഗിക്കുക. ബിഗ് സ്മൈൽ, ബിഗ് സർപ്രൈസ്, വോയിസ് മോഡുലേഷൻ മാറ്റി ഉപയോഗിക്കുക. കാരണം കുഞ്ഞ് സട്ടിൽ എക്സ്പ്രഷൻസ് തിരിച്ചറിയില്ല. എക്സാജറേഷൻ ബ്രെയിൻ ആക്ടിവേഷൻ കൂട്ടും. നാലാമതായി, ബേബി ടോക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. തെറ്റായ വേർഡ്സ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കരുത്. പലപ്പോഴും കാണാറ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാൽ ആണെങ്കിൽ അതിന് ബൂബു അങ്ങനെ റിപ്പീറ്റഡ്ലി പറയണ്ട. മീ ഫോർ ഫിഷ് അങ്ങനെ റിപ്പീറ്റഡ്ലി പറയരുത്. കറക്റ്റ് വേർഡ് വാം ടോണിൽ, ഇത് പാലാണ്, ആ രീതിക്ക് വേണം കുഞ്ഞിനോട് പറയാൻ വേണ്ടിയിട്ട്. ടോൺ ബേബി ലൈക്ക് ആകാം, പക്ഷേ വേർഡ്സ് കറക്റ്റ് ആയിരിക്കണം. അഞ്ചാമതായി, ഇമിറ്റേഷൻ ആൻഡ് ടേൺ ടേക്കിംഗ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞ് ശബ്ദങ്ങളുണ്ടാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുഞ്ഞ് ആ പോലെയൊക്കെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും തിരിച്ച് അതേപോലെ കുഞ്ഞുണ്ടാക്കിയ അതേപോലെയുള്ള ശബ്ദം തിരിച്ച് റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞൊരു പോസ് കൊടുക്കാം. ഇത് കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് കോൺവെർസേഷൻ ഈസ് 2 വേ എന്നാണ്. പാരൻസ് പലരും പോസ് കൊടുക്കാതെ സംസാരിക്കും, അപ്പോൾ ടേൺ ടേക്കിംഗ് ഡെവലപ്പ് ആവില്ല. ആറാമതായി, ഡെയിലി ആക്ടിവിറ്റീസ് നരേറ്റ് ചെയ്യുക. ഇപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ബേബി കുളിക്കുകയാണല്ലോ, അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഡ്രസ്സ് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഡ്രസ്സ് എടുത്തിട്ട് കുഞ്ഞു വാവയ്ക്ക് ഡ്രസ്സ് ഇട്ട് തരികയാണല്ലോ, ആ രീതിയിൽ ആക്ടിവിറ്റീസ് നരേറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ലാംഗ്വേജ് മാപ്പിംഗ് സ്ട്രെങ്തൻ ചെയ്യും. ഏഴാമതായി, സ്ക്രീൻ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. TV ഓൺ ആയിരിക്കുമ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുക, മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് കുഞ്ഞിനോട് സംസാരിക്കുക. ഇതൊക്കെ ഇൻട്രാക്ഷൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. ആക്റ്റീവ് ഇൻ്ററാക്ഷൻ നടക്കില്ല. TV അല്ലെങ്കിൽ മൊബൈലിനോട് കൂടുതൽ എക്സ്പോഷർ കുഞ്ഞിന് കൊടുക്കുന്നത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്ലോ ആക്കും. കുഞ്ഞു പ്രായത്തിൽ തന്നെ നിങ്ങൾ നൽകുന്ന ഇൻട്രാക്ഷനാണ് കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ ലാംഗ്വേജിനുള്ള അടിസ്ഥാനം. കുഞ്ഞിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജും മനസ്സിലാക്കി വളർത്താൻ ചാനൽ ഫോളോ ചെയ്യൂ. താങ്ക്